അക്ബറിന് ഫേവർ ആയിട്ടാണ് ബിഗ് ബോസ് നിലകൊള്ളുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് എനിക്ക് എൻ്റെതായ രീതിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു പ്രോഗ്രാം ഞാൻ മുൻപ് കാണിച്ചിരുന്നു. ഒരു 27 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ അതിനകത്താണേ അക്ബറിന്റെ ഒരു പാട്ട് അവർ പ്ലേസ് ചെയ്യാണ്, പുറത്തേക്ക് ഇങ്ങനെ ചെയ്യണം. എന്ത് കുന്തമായിരുന്നാലും ശരി തന്നെ അതിനകത്തേക്ക് നമ്മുടെ റോബിനെ വിളിച്ചിട്ടുണ്ട്. ആക്ച്വലി റോബിൻ സപ്പോർട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും റോബിൻ പിന്നെ അനുമോദിച്ചിട്ടുണ്ട് അനുമോളെ. ഒരാളും ഇങ്ങനെ ആൾ ജയിക്കണം അങ്ങനെ ആൾ ജയിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ബേബി ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിലപ്പം പുള്ളി പറയുക. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് തന്നെ വോട്ട് കിട്ടും. കാരണം ഇപ്പോഴും റോബിനെ സ്നേഹിക്കുന്ന, റോബിനെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇൻക്ലൂഡിങ് മീ കേട്ടോ. അപ്പോൾ അത്രത്തോളമുള്ള മനുഷ്യർക്കിടയിലേക്ക് അയാളെ വിളിച്ച് ആ ഒരു ഫംഗ്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പുള്ളിയെ കൊണ്ടുകൂടെ ഒന്ന് പറയിക്കാനുള്ള കുൽസിത ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് ആ പയ്യൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. അതാണ് നമുക്ക് റോബിൻ പറയുന്നത് കേൾക്കാം. ചേട്ടൻ അനുമോളെ നേരിട്ടറിയാമോ? ട്രിവാൻഡ്രത്തുള്ളതല്ലേ? കണ്ടിട്ടില്ല. അങ്ങനെ ഗെയിമിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട് അനുമോളെ പെർഫോമൻസ്? കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ. കപ്പടിക്കാൻ സാധ്യത ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ ആര് കപ്പടിക്കും. ഞാൻ ഗെയിം അനലൈസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആര് വേണമെങ്കിലും ഗെയിം കളിക്കട്ടെ. അക്ബറിൻ്റെ മ്യൂസിക് ഷോയിലാണ് ഇപ്പം, ഐ മീൻ ഇത് നമ്മുടെ മ്യൂസിക് വീഡിയോ അല്ല, ഇന്ന് ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ഷണിച്ചാൽ ഒരുപാട് സന്തോഷം. അപ്പം അക്ബറിനെ നേരിട്ട് കണ്ടിട്ടില്ല, പാട്ടുകൾ കേട്ടിട്ടുണ്ട്, നല്ല വോയിസ് ആണ്. ഇനി വന്നതിന് ശേഷം കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടു, വൈഫിനെ കണ്ടു. താങ്ക് യു. എങ്ങനെയെങ്കിലും പുള്ളിയെ കൊണ്ടുവന്ന് അതിനകത്താക്കി പുള്ളിയെ കൊണ്ട് അങ്ങനെ ഒരു വർത്തമാനം അങ്ങോട്ട് പറയിക്കണം. അനുമോളെ ഡീഗ്രേഡും കൂടെ ചെയ്യണം. എങ്ങനെയുണ്ട്? റോബിൻ അനുമോൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അനുമോൾ ചെയ്തത് ശരി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അനുമോൾ അവിടെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ അത് പറയും. മുഖം നോക്കാത്ത കാര്യം പറയുന്ന പയ്യനാണത്. അവനെ കൊണ്ടുവന്ന് ഇവനെ വെളുപ്പിച്ച് ഇവനിക്ക് അത്യാവശ്യം അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ബിക്കോസ് കണ്ണൻ നടത്തുന്ന ഒരു പ്രത്യേക തരം കുലിസിത ശ്രമം. അതിനകത്തും അത് നമുക്ക് കാണാമല്ലോ. ഒരു വാഴയാണ് ഈ അക്ബർ. ഞാനത് തുറന്ന് തന്നെ പറയാം. അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അത്രത്തോളം പെൺകുട്ടികളെ അവഹേളിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്തു. എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾ അവനെ എത്ര വെറുക്കാൻ കാരണം? എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ്. അതിൻ്റെ കാരണം, ഒരു വ്യക്തി മരണപ്പെടുന്നു, വിധവയ കാർഡ് കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ ബാക്കിയുള്ളവരെ എല്ലാം ചതിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു ഫാദറിനെ ചതിച്ചുകൊണ്ട്, ഒരു ബിൽഡറെ ചതിച്ചുകൊണ്ടും ഒക്കെ വീട് സ്വന്തമാക്കുന്നതിന് ശേഷം അവരെ മോശം പറഞ്ഞുകൊണ്ട് റീച്ച് നേടുന്നു. ആ റീച്ചിൽ കൂടെ ബിഗ് ബോസിലേക്ക് എത്തുന്നു. അങ്ങനെയാണ്. അത് ബിഗ് ബോസിൽ എത്തിയതിനെ പറ്റിയൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അവൾ ചെയ്ത ഒരു വലിയ വൃത്തികേട്, അത് എങ്ങനെയാ പറയുക, നമ്മളെ സഹായിച്ചവരെ ഒരു നേരത്തേക്കെങ്കിലും നമ്മളൊന്ന് സ്മരിക്കണം. അതിന് പകരം അവരെ വിഷപ്പാമ്പെന്നൊക്കെ മെൻഷൻ ചെയ്യുക, അത്തരത്തിൽ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തുള്ള മുടി എക്സ്റ്റൻഷൻ ചെയ്തവർക്ക് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പം മന്ദബുദ്ധി ആയതുകൊണ്ടായിരിക്കാം. എനിഹൗ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പോൾ അവളെപ്പറ്റി വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നാട്ടുകാർ മുഴുക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ നമ്മളിങ്ങനെ പുകഴ്ത്തി പാടി അവസാനം അതിനകത്ത് കൊണ്ടെത്തിക്കുന്നു. എനിക്ക് അവരോടുള്ള ദേഷ്യം ആ 2 പേരെ, വസ്തു കൊടുത്തവൻ്റെയും വീട് വെച്ചു കൊടുത്തവരെയും മതിൽ കെട്ടിയവരെയും അവൾ മോശം പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് അവരുടെ അടുത്ത് യാതൊരു ദേഷ്യവും ഒന്നുമില്ല. അപ്പോൾ ആ സ്ത്രീയെ ഇയാൾക്ക് ഒന്നുകൂടെ അറിയത്തില്ല, അവിടെ യാതൊരു പ്രശ്നവും ഇല്ല, അത് സെറ്റിട്ടാണെന്ന് വിളിക്കുന്നു, എടി പോടി എന്ന് വിളിക്കുന്നു, അഗ്രസീവായി സംസാരിക്കുന്നു. അവൻ്റെ ഉമ്മാക്ക് പെർമിഷൻ കിട്ടുന്നു അവനെ ഉപദേശിക്കാൻ. അത് ആ ഒരു പ്ലേ തന്നെ റോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? വേറെ ആർക്കാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്? ഒരാൾ ഓവർ ആകുമ്പോൾ അവരുടെ പേരൻസിനെ കൊണ്ട് പറയിക്കേണ്ട ഗതികേട് ആർക്കാണുള്ളത് അവിടെ? ഒരാൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആകുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഒനിലിൻ്റെ അമ്മ വിളിച്ചിരുന്നു, വി ആർ പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വർത്തമാനം. പക്ഷെ ഓർത്ത് നോക്കൂ, ഈ പറയുന്ന ഇയാൾക്ക് എന്തിനാണ് ഒരു ഉമ്മ വഴി ഒരു അഡ്വൈസ് കൊടുത്തത്? അവിടെ തുടങ്ങി അക്ബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ദേഷ്യം. എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല, എനിക്ക് അറിയത്തില്ലല്ലോ പേഴ്സണലി അവനെ. പക്ഷേ ഇതൊന്നും പോരാ. ഇപ്പോൾ റോബിൻ വന്നാൽ റോബിൻ അങ്ങനെ ഒരു സപ്പോർട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇനി പറഞ്ഞാലും ഞാൻ അക്ബറിന് വോട്ട് ചെയ്യത്തില്ല. കാരണം അക്ബർ അത് ഒരിക്കലും അങ്ങനെ ഒരു റെക്കമെൻഡേഷനിൽ അവനിക്ക് അത് കപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കപ്പ് ഉണ്ടാക്കിയും കൊടുത്തേരേന്നെ, അത് കളിച്ച് നടണം. അവൻ ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നത് തന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടോട് കൂടി മാത്രമാണ്. ആരെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദില നൂറെ ആയിരിക്കും നെക്സ്റ്റ് അവർ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അക്ബർ അവരെ നോമിനേറ്റ് ചെയ്തത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ വിഷയത്തിൽ അക്ബർ ഇല്ലാതെ ആ ഒരു ലോഞ്ചിങ് ഇപ്പം എന്തിനു നടത്തണം? അതും അത്രയും കണ്ടസ്റ്റന്റിനെ തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അയാൾ വന്ന് ഇൻവൈറ്റ് ചെയ്ത ഒരു കാര്യം തന്നെ.
അയാളില്ലാതെ ആ ഒരു ഫംഗ്ഷൻ നടത്തുക, അതിനകത്തേക്ക് ഇത്രയും പേരെ ഇൻവൈറ്റ് ചെയ്യുക, എല്ലാവരെ കൊണ്ടും അക്ബറിനെ നല്ലത് പറയിക്കുക. കാരണം അക്ബറിൻ്റെ ഒരു പാർട്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ അവിടെ നിന്നുകൊണ്ട് അക്ബർ ശരിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും പോയി ചോദിക്കുന്നത് അത് തന്നെയാണ്, അക്ബറിനെ പറ്റി എന്താ അഭിപ്രായം? അപ്പോൾ അക്ബറിനെ പറ്റി നല്ലത് പറയും. ഇത്രയും നല്ല ആൾക്കാർ അക്ബറിനെ പറ്റി നല്ലത് പറയണം. അക്ബറിനെ പറ്റി നല്ലത് പറഞ്ഞ ഒരു പോഷൻ മാത്രമേ പബ്ലിക്കിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ അക്ബറിനൊരു നല്ല ഇത് കിട്ടും. അത് വെച്ച് കളിക്കാന്നാണ്. പൊന്നുമ്മ, പൊന്നു ഭാര്യയെ, പൊന്നു മക്കളെ നിങ്ങൾ വിചാരിച്ചെടുത്തല്ല അവൻ. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഡ്രമാറ്റിക് സാധനങ്ങളൊക്കെ നടത്തി അവനെ ജയിപ്പിക്കുമായിരിക്കാം. അപ്പോഴും ഒരു കള്ളൻ ജയിച്ചു എന്നേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അവൻ കൊള്ളത്തില്ല. അവനോട് ഇറങ്ങി വരാൻ പറ. അവൻ ഇപ്പം ഇറങ്ങി വന്നാൽ മാന്യം. അവൻ ആ കപ്പും കൊണ്ട് ഇറങ്ങി വന്നാൽ അവനെപ്പോലെ ഒരു കൂറ വേറെ ഇല്ലെന്ന് ഞാൻ പറയും. എനിക്ക് മനസ്സിലായ കാര്യമാണ്. റോബിൻ എന്നെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം ഫേക്ക് സാധനങ്ങൾക്ക് പോയി പ്രോമിസ് കൊടുക്കരുത്. ഒരു കാരണവശാലും അവനെ റെക്കമെൻഡ് ചെയ്യരുത്. അത് റിക്വസ്റ്റാണ്, ഇഷ്ടം കൊണ്ട് പറയുന്നതിന് ദയവ് ചെയ്ത് ചെയ്യരുത്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.